മുനമ്പം കേസിൽ വഖഫ് ട്രൈബ്യൂണൽ അന്തിമവിധി പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. വഖഫ് ബോർഡ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പറവൂർ സബ് കോടതിയിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ഹർജി തള്ളിയതിനെതിരെയാണ് അപ്പീൽ. കേസിൽ വാദം തുടരുന്നതിന് തടസ്സമില്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ അപ്പീൽ ഹൈക്കോടതി മെയ് 26-ന് പരിഗണിക്കും. അതേസമയം മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണ്. മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ ഉത്തരവാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചത്. ഭൂമി വഖഫാണോ ദാനമാണോ എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിക്കുകയും ചെയ്യും. അതിനിടെ മുനമ്പത്തെ വഖഫ് ഭൂമി ബന്ധപ്പെട്ട കേസിൽ തൃശൂർ വഖഫ് ട്രൈബ്യൂണൽ സുപ്രധാന നിരീക്ഷണം നടത്തി. വിൽപ്പന വിലക്ക് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്കല്ലേയെന്ന് ട്രൈബ്യൂണൽ ആരാഞ്ഞു. 1950-ൽ സിദ്ദിഖ് സേഠ് ഫാറൂഖ് കോളേജിന് നൽകിയ ഭൂമി വഖഫ് ബോർഡിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. വഖഫ് ചെയ്താൽ ഭൂമി 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് നിലവിലെ ചട്ടം. 1954-ലെ വഖഫ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി വിൽക്കുന്നതിന് തടസ്സമില്ലെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാണിച്ചു. കേസിൽ 1994-ലെ വഖഫ് ഭേദഗതി നിയമം കൂടി ട്രൈബ്യൂണൽ വിശദമായി പരിശോധിക്കുകയും ചെയ്യും. 1971-ലെ പറവൂർ സബ് കോടതിയിലെ നടപടികളാണ് വാദമുഖങ്ങൾ സ്ഥാപിക്കുന്നതിനായി വഖഫ് ബോർഡ് ആശ്രയിച്ചത്. അന്നത്തെ സത്യവാങ്മൂലത്തിൽ ഭൂമി വഖഫാണെന്ന് ഫാറൂഖ് കോളേജ് വ്യക്തമാക്കിയതാണെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. ഈ രേഖ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം ആദ്യം തള്ളിയ ട്രൈബ്യൂണൽ ആ കോടതി നടപടികൾ അപ്രസക്തമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഭൂമിയുടെ കൈവശാവകാശവുമായി ബന്ധപ്പെട്ടുള്ള കേസായതുകൊണ്ട് ഭൂമി വഖഫാണോ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകില്ലെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിക്കുകയും ചെയ്തു. 1988-ൽ 74 പേർക്കും 1990-ൽ 151 പേർക്കും ഉൾപ്പെടെ ആകെ 225 പേർക്ക് ഭൂമി വിറ്റിരുന്നതായി ഫാറൂഖ് കോളേജ് അറിയിച്ചു. ബാക്കി ഭൂമി അളവന്വേഷിച്ച് അറിയിക്കാനും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. ഈ മാസം 21-ന് കേസിന്റെ വാദം പുനരാരംഭിക്കും. അതിനിടെ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് ഫാറൂഖ് കോളേജ് സമ്മതിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു. 1970-ൽ പറവൂർ സബ് കോടതിയിൽ ഫാറൂഖ് കോളേജ് സമർപ്പിച്ച രേഖയാണ് പുറത്തു വന്നത്. അതേസമയം മുനമ്പം വഖഫ് കേസിൽ മലക്കമറിഞ്ഞ് ഭൂമി വഖഫ് ചെയ്ത സിദ്ദിഖ് സേഠിന്റെ മകളുടെ കുടുംബവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഭൂമി വഖഫല്ലെന്ന് സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദയുടെ മക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ വാദിക്കുകയായിരുന്നു. മുനമ്പത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ വ്യക്തിയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. വഖഫ് ട്രൈബ്യൂണലിന്റെ അപ്പീൽ ഹൈക്കോടതി മെയ് 26-ന് പരിഗണിക്കും. അതേസമയം മുനമ്പം വഖഫ് കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണ്. മുനമ്പത്തെ ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ ഉത്തരവാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചത്.